ഈ ഫൈറ്റ് മാസ്റ്റേഴ്സിന് അതുപോലെ തന്നെ ഫൈറ്റേഴ്സിനൊക്കെ അപകടങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ആരാണ് ഇതിന്റെ റിസ്ക് ഏറ്റെടുക്കുന്നത്? ഇതിന് നമുക്ക് എന്തെങ്കിലും സേഫായിട്ട് നമ്മൾ നിൽക്കണമല്ലോ, പൈസയൊക്കെ ചെലവാക്കുന്നത് ആരാണ്? അതിപ്പോൾ സത്യം പറയാം, മാസ്റ്റേഴ്സിനാണ് ഏറ്റവും റിസ്ക്. സെറ്റിൽ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ മാക്സിമം അവിടെ ഇല്ലാണ്ട് നോക്കും. ഞങ്ങളുടെ അസോസിയേഷൻ ഉണ്ട്, യൂണിയൻ ഉണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഇൻഷുറൻസ്, യൂണിയനിൽ ഞങ്ങളൊരു ഫൈറ്റ് ഒരു സിനിമയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര പൈസ യൂണിയനിലൊക്കെ ചെയ്ത് ഞങ്ങൾ മാക്സിമം ആ കുടുംബത്തിന് പ്രശ്നമില്ലാത്ത രീതിയിൽ ഞങ്ങൾ ചെയ്യുന്ന ഓപ്ഷൻസൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ റിസ്ക് മാസ്റ്റർക്കായിരിക്കും. പ്രൊഡക്ഷൻ ആ സിനിമ കഴിയുന്നവരൊക്കെയായിരിക്കും ചിലപ്പോൾ അത് ചെയ്യുക. ബാക്കി അയാളുടെ ഫാമിലീസിനൊക്കെ നമ്മളായിരിക്കും, യൂണിയൻ ആയിരിക്കും. അതിന് നമ്മൾ അസോസിയേഷനിൽ മെമ്പർഷിപ്പ് എടുക്കാൻ മസ്റ്റായിട്ട് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ റിസ്ക് എലമെൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആരും ഉണ്ടാവില്ല. ചിലപ്പോൾ ആ സിനിമയിൽ പ്രൊഡ്യൂസർ നമ്മളെ ചിലപ്പോൾ സഹായിച്ചെന്ന് വരാം, പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ജീവിതം, നമ്മുടെ ഫാമിലിയുടെ ജീവിതമൊക്കെ കുറേ നാള് ഇങ്ങനെ റെസ്റ്റ് എടുക്കേണ്ടിയൊക്കെ വരുമ്പോൾ നമുക്ക് ആ സിനിമ ചെയ്തവരിൽ നിന്ന് ഒരു സാമ്പത്തിക സഹായം അങ്ങനെയൊന്നും ലഭിക്കില്ല. ഉണ്ട്. ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ വലിയ വലിയ പടങ്ങളിലൊക്കെ ആർട്ടിസ്റ്റിൻ്റെ സഹായം, പ്രൊഡ്യൂസറിൻ്റെ സഹായമൊക്കെ ഉണ്ടാവാം. പക്ഷേ യൂണിയൻ ആണ് നമുക്ക് കൂടുതലും. അത് കഴിഞ്ഞിട്ടുള്ള കേസിൽ നമുക്ക് ഇപ്പോൾ എല്ലാവരും മെമ്പേഴ്സ് ഉണ്ടല്ലോ, എല്ലാവരും കൂടിയിട്ട് ഒരു പേയ്മെൻറ്റ്, ഒരു പുള്ളി ഓൾറെഡി ഒരു പടം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നിശ്ചിത തുക ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കും. ഇൻഷുറൻസ് ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനത്തുള്ള കാര്യത്തിലുള്ള എമൗണ്ടൊക്കെ വെച്ചിട്ടായിരിക്കും പിന്നെ പോവുക. പിന്നെ മാക്സിമം റിസ്ക് ഇല്ലാതെ ചെയ്യാന്നുള്ളതാണ്. എന്നാലും ഈ പറഞ്ഞ പോലുള്ള പ്രശ്നങ്ങൾ വരും.